നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സന്ദർശക വിസയിൽ എത്തുന്നവർക്ക് ആശ്രിത വിസയിലേക്കും ഗാർഹിക തൊഴിലാളി വിസയിലേക്കും മാറ്റം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് വന്നു കഴിഞ്ഞു. തൊഴിൽ വിസയിൽ കുവൈറ്റിൽ പ്രവേശിച്ച് ഇഖാമ നടപടികൾ പൂർത്തീകരിക്കുന്നതിന് മുമ്പ് രാജ്യത്തിന് പുറത്ത് പോകേണ്ടി വന്നവർക്ക് ഒരു മാസത്തിനുള്ളിൽ തന്നെ തിരിച്ചു വന്നാൽ നടപടികൾ പൂർത്തീകരിച്ച് ഇഖാമ സമ്പാദിക്കാൻ കഴിയുമെന്നാണ് ഇതിന്റെ വലിയ പ്രത്യേകത എന്നത്. വാർത്തയിലേക്ക്. സന്ദർശക വിസയിൽ എത്തുന്നവർക്ക് ആശ്രിത വിസയിലേക്കും ഗാർഹിക തൊഴിലാളി വിസയിലേക്കും മാറ്റം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഖാലിദ് അൽ ജാറ അൽ സബാഹാണ് വെളിവാക്കിയിരിക്കുന്നത്. സർക്കാരിന്റെ സന്ദർശക വിസയിൽ വരുന്നവർക്കും ഈ വിസ മാറ്റാൻ സാധ്യമാകും. ചികിത്സ തേടി വരുന്നവർക്കും കൂടെയുള്ളവർക്കും വിസ അനുവദിക്കുന്നതാണ്. ആരോഗ്യ മന്ത്രാലയത്തിലെയോ സർക്കാർ അംഗീകൃത ആശുപത്രികളിലെയോ സാക്ഷ്യപത്രം അതിന് ഹാജരാക്കണം. പൊതു സ്വകാര്യ സർവകലാശാലകളിൽ പഠന വിസ അനുവദിക്കാനും ഉത്തരവിലുണ്ട്. അതോടൊപ്പം തന്നെ സർവകലാശാലകളിൽ നിന്നുള്ള പഠന യോഗ്യതാ സർട്ടിഫിക്കറ്റ് അതിന് ആവശ്യമാണ് എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു മാസത്തേക്കുള്ള മൾട്ടി എൻട്രി വിസ കാലാവധി പ്രത്യേക സാഹചര്യങ്ങളിൽ 1 വർഷം വരെ നീട്ടി നൽകും. വിസ കാലാവധി കഴിഞ്ഞവർക്കുള്ള താൽക്കാലിക വിസ കാലാവധി 3 മാസമായി പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. എന്നാൽ പ്രത്യേക സാഹചര്യങ്ങളിൽ ഇളവ് നൽകുന്നതുമാണ്. താൽക്കാലിക വിസയിലുള്ള സമയത്ത് സ്പോൺസർഷിപ്പ് മാറ്റമോ ഇഖാമ പുതുക്കലോ അനുവദിക്കുന്നതുമല്ല. പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുക. ഹോട്ടലുകളിലും അപ്പാർട്ട്മെന്റുകളിലും താമസിക്കുന്ന വിദേശികളെ സംബന്ധിച്ച് വിശദ വിവരങ്ങൾ 48 മണിക്കൂറിനകം താമസാനുമതികാര്യ വിഭാഗത്തെ അറിയിക്കണമെന്നും ഇതിനോടകം തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഓൺ അറൈവൽ വിസയ്ക്ക് 3 ദിനാർ നൽകണമെന്നും ഉത്തരവിൽ വ്യക്തമാണ്. ഇഖാമ പുതുക്കുന്നതിന് പ്രതിവർഷ ഫീസ് 10 ദിനാറാണ്. ആശ്രിത വിസയിലുള്ളവരുടെ ഇഖാമ ഫീസായി പ്രതിവർഷം 10 ദിനാർ നൽകണമെന്നതാണ്. 7 അംഗങ്ങളുള്ള കുടുംബത്തിന് 3 ഗാർഹിക തൊഴിലാളികളെ അനുവദിക്കുന്നതാണ്. 7-ൽ കൂടുതൽ അംഗങ്ങളുണ്ടെങ്കിൽ ഗാർഹിക തൊഴിലാളികളുടെ എണ്ണം 4 ആക്കാവുന്നതാണ്. അതേസമയം കുടുംബത്തിൽ ഭിന്നശേഷിക്കാർ ഉണ്ടെങ്കിൽ രേഖകളുടെ ബലത്തിൽ ഒരു ഗാർഹിക തൊഴിലാളിയെ അധികമായി നിയമിക്കാവുന്നതാണ്. ഒരു വീട്ടിൽ പരമാവധി എത്ര ഗാർഹിക തൊഴിലാളികൾ ആകാമെന്നത് കുടുംബാംഗങ്ങളുടെ എണ്ണം, പ്രായം തുടങ്ങിയവ പരിഗണിച്ച് താമസാനുമതികാര്യ ഡയറക്ടറേറ്റ് തീരുമാനിക്കുന്നതാണ്. ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുക. വിസ മാറ്റാനുമതി ഈസിയായി ഇനി ചെയ്യാൻ പറ്റുന്നതാണ്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.